കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, പി തങ്കച്ചനെ പോലെ വലിയൊരു നേതാവിനെയാണ് കോൺഗ്രസിന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവായ പി തങ്കച്ചന്റെ നിര്യാണ വാർത്ത വളരെ ദുഃഖത്തോടെയാണ് ഞാൻ കേട്ടത്. ഇന്നലെ അദ്ദേഹത്തെ ഞാൻ എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയി കണ്ടതാണ്. സ്ഥിതിഗതി അല്പം ഗുരുതരമാണെങ്കിലും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഈ സാഹചര്യത്തിൽ അദ്ദേഹം കുറെ കൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ കരുതിയതാണ്. പെട്ടെന്നാണ് ഈ മരണം ഉണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വ്യക്തിപരമായ ബന്ധവും അടുപ്പവുമുള്ള നേതാവാണ് പി തങ്കച്ചൻ. KPCC പ്രസിഡന്റായും സ്പീക്കറായും കൃഷി മന്ത്രിയായും ഒക്കെ നല്ല നിലയിൽ പ്രവർത്തിച്ച നേതാവാണ്. UDF കൺവീനറായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവന നൽകിയ മികച്ച പൊതുപ്രവർത്തകനും നേതാവായിരുന്നു പി തങ്കച്ചൻ. ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ രമേശ് ചെന്നിത്തല, അങ്ങ് KPCCയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങയുടെ UDF കൺവീനർ ആയിരുന്നു, അങ്ങയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ ഓർത്തെടുക്കാം. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്കും UDFനും വലിയ സംഭാവന നൽകിയ നേതാവാണ് അദ്ദേഹം. പക്വതയോടെ പാകതയോടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധാലുവായിരുന്നു പി തങ്കച്ചൻ. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ UDF കൺവീനർ എന്ന നിലയിലും ഞങ്ങൾ തമ്മിലുള്ള മികച്ച ബന്ധമായിരുന്നു ഉണ്ടായത്. അത് കേരളത്തിലെ UDFനും കോൺഗ്രസിനും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഞാൻ പറയാം. വളരെ നന്ദി. ശ്രീ രമേശ് ചെന്നിത്തലയാണ് പി തങ്കച്ചനെ അനുസ്മരിച്ചത്. അനിൽ ജോർജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനിൽ, ഇപ്പോൾ അവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഇപ്പോഴാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായി ഒരുപാട് കാലം, പതിറ്റാണ്ട് കാലം എറണാകുളം DCCയിൽ ഉൾപ്പെടെ സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണല്ലോ. പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കോൺഗ്രസിലെ ക്രിസ്ത്യൻ മുഖങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ശേഷം പി തങ്കച്ചൻ. തീർച്ചയായും മിഡിൽ UDFനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവ്, ഒപ്പം തന്നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാനില്ലാത്ത ഒരു നേതാവായിരുന്നു പി തങ്കച്ചൻ. ജില്ലയുടെ കോൺഗ്രസിൻ്റെ അമരക്കാരനായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ DCC പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ സുദീർഘമായ നാളുകളുടെ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ MLA എന്ന നിലയിൽ എറണാകുളം ജില്ലയിലെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം. ഒപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ സൗഹൃദങ്ങളും എറണാകുളം കേന്ദ്രീകരിച്ച് വലിയ ഒരു സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മറ്റ് സാമൂഹിക രാഷ്ട്രീയ അതുപോലെ തന്നെ മത രംഗത്തെയൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമായി അദ്ദേഹത്തിന് വലിയ സൗഹൃദമുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് വലിയ യാഥാർത്ഥ്യമായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പോലും ഗ്രൂപ്പുകൾക്കപ്പുറം നിൽക്കുന്ന സൗഹൃദം അദ്ദേഹം എക്കാലവും കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. I വിഭാഗത്തിൽ നിൽക്കുമ്പോൾ തന്നെ A വിഭാഗത്തിലെ പല നേതാക്കന്മാരുമായി അദ്ദേഹത്തിന് സുദീർഘമായ ആത്മബന്ധമുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു നേതാവായിരുന്നു പി തങ്കച്ചൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യാക്കോബായ സഭയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് യാക്കോബായ സഭയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു പി തങ്കച്ചൻ. ആ സഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് ഒക്കെ പി തങ്കച്ചൻ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. തൃക്കുന്നത്ത് സെമിനാരി തർക്കത്തിൽ വലിയ തോതിൽ പോലീസ് മർദ്ദനത്തിന് വിധേയനായ ഒരു ചരിത്രം കൂടി പി തങ്കച്ചനുണ്ട്. ആ രീതിയിൽ പോലും വൈകാരികമായി ഒരുപാട് ബന്ധങ്ങൾ പി തങ്കച്ചനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ടുണ്ട്. നിർണായകമായ ഒരു കാലഘട്ടത്തിൽ UDFനെ നയിച്ച ഒരാൾ കൂടിയായിരുന്നു പി തങ്കച്ചൻ. ഒരുപാട് പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിൽ UDFന് നേരിടേണ്ടി വന്നു. ഭരണത്തിൽ ഇരിക്കുമ്പോൾ പോലും വലിയ പ്രശ്നങ്ങൾക്ക്
വലിയ പ്രശ്നങ്ങളും വലിയ തിരിച്ചടികളും ഉണ്ടായ സമയത്ത് പോലും UDF-നെ ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ടിരുന്ന ഒരു PP തങ്കച്ചനെ ആണ് ആളുകൾ കൃത്യമായി ഓർക്കുകയും ചെയ്യുന്നത്.